ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോയ്സ് കുക്കിംഗ് സ്റ്റൈൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു കണ്ണൂർ സ്റ്റൈലിലുള്ള ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാനാണ്. അതിലേക്ക് നമ്മൾ ഇപ്പോൾ സ്റ്റൗ കത്തിച്ചു, ഫ്രൈ പാൻ വെക്കുന്നു. ഫ്രൈ പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഞാൻ ഇന്നിവിടെ ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് ഒരു 2.5 സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് സ്കിൻ ഔട്ട് ചിക്കനാണ്. ഒരു 700 ഗ്രാം ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ കഴുകി സെപ്പറേറ്റ് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതാണ് ചിക്കൻ കഴുകി വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: കൊത്തമല്ലി ചപ്പ്, പച്ചമുളക്, ടൊമാറ്റോ 2 എണ്ണം, കരിയാപ്പില, ഉള്ളി, വെല്ലുള്ളി 2 എണ്ണം അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കടുക് ഇടുകയാണ്. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തെല്ലാം സ്റ്റൗ ഫ്ലെയിം വളരെ ലോയിലാക്കണം. ഹൈ ഫ്ലെയിമിലാക്കാൻ പാടില്ല, കരിഞ്ഞു പോവും. ഇപ്പം നമ്മൾ കടിച്ചു വെച്ച സവോള ഇതിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇട്ട് ഫ്രൈ നമ്മൾ ഇളക്കി കൊടുത്തു. അതിലിപ്പോൾ തക്കാളി ഇടുന്നു. തക്കാളി ഫ്രൈ ആയി. തക്കാളിയും പച്ചമുളകും നമ്മളെല്ലാം ഇതിലേക്ക് ഇട്ടു. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഇഞ്ചി ഗാർലിക് പേസ്റ്റാണ്. മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഇഞ്ചി ഗാർലിക് പേസ്റ്റാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ലാസ്റ്റ് ഇടാവുള്ളൂ, അടി പിടിക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇത് ഇളക്കുകയും പ്ലസ് കുറേശ്ശെ കരിയാപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യണം. ഞാൻ പറഞ്ഞ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് കരിയാപ്പിലാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതുപോലെ ഒരു നാരങ്ങ പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മസാലകളെല്ലാം ബോയിലാവും. അതോടൊപ്പം ടേസ്റ്റും ഉണ്ടാവും. 2 മുറി നാരങ്ങയാണ് ഇതിലേക്ക് പിഴിയുന്നത്. ആവശ്യമെങ്കിൽ മസാലയ്ക്ക് കുറച്ചും കൂടി എണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഇടുകയാണ്. ഇത് ലാസ്റ്റ് ഇടാവുള്ളൂ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പച്ചമണം പോകുന്നിടം വരെ നമ്മൾ മസാല മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ള കുറച്ച് കരിയാപ്പില നമ്മൾ ഇടുന്നു. കൊത്തമല്ലി ചപ്പ് സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഈ കൊത്തമല്ലിയും കരിയാപ്പില ഇടുന്നത്. ഇതിലേക്ക് നമ്മൾ 2 സ്പൂൺ മല്ലിപ്പൊടി ഇടുക. ഗരം മസാല നമ്മൾ ഇടണം, 1 സ്പൂൺ ഇട്ടിരിക്കുന്നത്. അടുത്ത് പെപ്പർ പൗഡർ 1 സ്പൂൺ ഇടണം. മഞ്ഞൾപ്പൊടി നമുക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. ഇത് കളർ കിട്ടാനോ അത്യാവശ്യം എരിവ് കിട്ടാനുമാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇടാൻ പറ്റില്ല. വേറെ നമുക്ക് വലിയ പാത്രത്തിലേക്ക് ഇടണം. ഇതിലേക്ക് ഇട്ടിട്ട് പുറത്തേക്ക് വരുന്നതുകൊണ്ട് നമ്മൾ ഉടനെ നമ്മൾ മാറ്റുകയാണ്. വേറെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇടാൻ പോവുകയാണ്. ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന 1.5 ഗ്ലാസ് വെള്ളമാണ്. അത് ചൂടുവെള്ളം വേണം നമ്മൾ ഉപയോഗിക്കാൻ, പച്ചവെള്ളം ഉപയോഗിക്കരുത്. അതിൽ 1 ഗ്ലാസ് ഇപ്പോൾ ഒഴിക്കുകയാണ് വെള്ളം. അത് മസാല തിളയ്ക്കുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതിലേക്ക് ഈ സമയത്താണ് ഉപ്പ് ഇടേണ്ടത്. ഞാൻ 1.5 സ്പൂൺ കല്ലുപ്പാണ് ഇടുന്നത്. ഉപ്പ് ആവശ്യത്തിന് നോക്കി ഇടണം. ബാക്കിയുള്ള കരിയാപ്പിലയും കൊത്തമല്ലിയും കൂടി ഇടുകയാണ്. ഇനിയും കുറച്ച് കൊത്തമല്ലി മാറ്റി വെച്ചിരിക്കുകയാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ലാസ്റ്റിൽ ഉപയോഗിക്കാം. നന്നായിട്ട് ഇളക്കുക. ചെറിയ തിള വരുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ബാക്കിയുള്ള 6 ഗ്ലാസ് വെള്ളം കൊണ്ട് നമ്മളിപ്പോൾ ഒഴിക്കുന്നു. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. പക്ഷേ കുറച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ സെമി ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്.
ഈ ബാക്കിയുള്ള വെള്ളം ചിക്കനിൽ തന്നെ ഇറങ്ങി വരും. അതുകൊണ്ട് നമുക്ക് വീണ്ടും കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. ബാക്കിയുള്ള കൊത്തമല്ലിയും കൂടി ഇട്ടിരിക്കുന്നു. നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇതൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. കാരണം നമ്മൾ ചിക്കനും കൂടി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ കൊള്ളാതെ വരും. അതുകൊണ്ട് വേറെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. വേറെ പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഇത് ചെറിയൊരു തിള വരുന്നിടം വരെ നമ്മൾ വെച്ച് ചെയ്ത ശേഷം നമുക്ക് ചിക്കൻ മാറ്റി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇടുമ്പോൾ നമ്മൾ പീസുകൾ ഗ്രേവി മുങ്ങിയിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ബാക്കിയുള്ള വെള്ളം ഈ ചിക്കനിൽ തന്നെ ഇറങ്ങി വരും. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇത് നിങ്ങൾ എന്തായാലും വീട്ടിൽ ശ്രമിച്ച് നോക്കണം, ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കണം. നല്ലൊരു മസാല, അധികം മസാല പൗഡറൊന്നും ഇല്ലാതെ ലിമിറ്റഡ് ആയിട്ടുള്ള മസാലയും പച്ചമസാല എല്ലാം കൂടെ മിക്സ് ചെയ്താണ്. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം നമ്മളിത് മൂടി വെക്കണം. ബാക്കിയുള്ള കൊത്തമല്ലിയും കൂടി ഇട്ട ശേഷം നമ്മൾ മൂടി വെക്കണം. മൂടി വെക്കാൻ ഉദ്ദേശിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ മറ്റുള്ള ഡസ്റ്റുകളൊന്നും വീഴാതിരിക്കാനും. രണ്ടാമത്, ഈ മൂടി വെക്കുമ്പോൾ ഇതിൻ്റെ ആവി തട്ടിയിട്ട് ഉള്ളിലേക്ക് വെള്ളം വീഴും. ആ ആവി കൊണ്ട് വേണം ഇതിൻ്റെ ചിക്കൻ പീസ് വേകാൻ. ഏകദേശം ഇത് കഴിഞ്ഞ് 5 മിനിറ്റ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം ഇത് പച്ചമസാല യൂസ് ചെയ്തുകൊണ്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. സ്ലോയിൽ ഇളക്കാവുള്ളൂ, ഇല്ല നമ്മുടെ പീസുകളൊക്കെ ഉടയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മെല്ലെ ഇളക്കാവുള്ളൂ. ഏകദേശം ഇപ്പം നമ്മുടെ മസാല ചിക്കനെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് റെഡി ആയോ ഇല്ലയോ നമുക്ക് വേറെ ഒരു ടെക്നിക്ക് അറിയാനുള്ള ടെക്നിക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ മുകളിൽ ഈ എണ്ണയും നെയ്യെല്ലാം ഇങ്ങനെ മേലെ വന്ന് കിടക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ഫുഡ് റെഡി ആയിട്ടുണ്ടെന്നുള്ളതാണ്. കണ്ടോ, എണ്ണ നെയ്യൊക്കെ കിടക്കുന്നുണ്ടോ. ഇതിന് നമുക്കിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇത് സംഭവം ഒക്കെ ആയോ? ഏകദേശം ആയി, എല്ലാ മസാലകളും ആയി. നമ്മൾ ഇതൊരു 5-10 മിനിറ്റോളം നമ്മൾ അനക്കാതെ വെക്കണം. കാരണം ഇത് മസാലകൾ സെറ്റാകാൻ വേണ്ടി. അതിനുശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് എടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം വലിയ പീസുകളാണ്, വലിപ്പത്തിലാണ് കണ്ടിച്ചത്. ഫ്രണ്ട്സ്, ടെസ്റ്റ് ചെയ്യുകയാണ്. നന്നായിട്ടുണ്ട്. നിങ്ങളും വീട്ടിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും നിങ്ങളുടെ മുമ്പിൽ വേറെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും. താങ്ക് യു.